ഹലോ ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഡ്രീം ലൈഫിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്നത് എല്ലാവരും കേട്ട് പരിചയമുള്ളൊരു ടോപ്പിക്കാണ്, സെൽഫ് ലവ്. എന്താണ് സെൽഫ് ലവ്? സെൽഫ് ലവ് കൊണ്ട് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അത് ജീവിതത്തെ എത്രമാത്രം പോസിറ്റീവായി മാറുന്നു എന്നൊക്കെ നോക്കാം. അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് സ്വയം സ്നേഹിക്കുക അല്ലേ? അതിൻ്റെ മീനിങ് എന്താണ്? സെൽഫ്, അവനവനെ സ്നേഹിക്കുക. പലരും വിചാരിക്കുന്നത് സെൽഫ് ലവ് എന്നത് ഒരു സെൽഫിഷ്നെസ്സാണ്, അല്ലെങ്കിൽ സെൽഫിഷ്നെസ്സുമായി ബന്ധപ്പെടുത്തിയാണ് സെൽഫ് ലവ് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത് അല്ലേ? അത് തികച്ചും തെറ്റായ ധാരണയാണ്. സെൽഫിഷ്നെസ് എന്നത് സ്വാർത്ഥതയാണ്. എല്ലാം എനിക്ക് വേണം, എല്ലാവരുടെയും ഞാൻ മുൻപന്തിയിലെത്തണം, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയല്ല, അങ്ങനെ വരുന്ന ഒരു അഹങ്കാരത്തിൻ്റെയും സെൽഫിഷ്നെസ്സിൻ്റെയും ഈഗോയുടെയും ഒക്കെ കൂടി ആകത്തുകയാണ് സെൽഫിഷ്നെസ് എന്ന് പറയുന്നത്. പക്ഷെ സെൽഫ് ലവ് എന്നത് അങ്ങനെയല്ല. സ്വയം സ്നേഹിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നിടത്തോളം മറ്റാർക്കും ഈ ഭൂമിയിൽ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമായ സത്യം. കാരണം നമ്മളെ സ്നേഹിക്കുന്ന പോലെ, നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നത് പോലെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് എവ്രി വൺ ഈസ് യുണീക്ക് അല്ലേ? അപ്പോൾ സെൽഫ് ലവ് എന്നത് നമുക്ക് 10 കാര്യങ്ങൾ പഠിക്കാം. എങ്ങനെയാണ് സെൽഫ് ലവ് ചെയ്യേണ്ടത്, സെൽഫ് ലവിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. റൂൾ നമ്പർ 1, ആദ്യം അവനവനെ അംഗീകരിക്കുക. ഇപ്പോൾ ഞാനാണെങ്കിലും എനിക്കുള്ള ശക്തി ഏത്, എനിക്കുള്ള കുറവുകൾ ഏത് എന്ന് ഞാൻ നന്നായി മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് ഓരോരുത്തരും അവനവൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കറക്റ്റാക്കി മനസ്സിലാക്കുക, എന്നിട്ട് അംഗീകരിക്കുക. അത് അംഗീകരിക്കുക, അതായത് കുറവുകളെ നോക്കിയിരിക്കുകയല്ല വേണ്ടത്. നമ്മളുടെ സ്ട്രെങ്ത്ത് എന്താണോ അത് അംഗീകരിക്കുക. നമ്മുടെ കുറവുകളുണ്ടാവും, എല്ലാവർക്കും കുറവുകളുണ്ടാവും, എല്ലാവർക്കും കഴിവുകളുണ്ടാവും അല്ലേ? അപ്പോൾ കുറവുകൾ നോക്കിയിരിക്കലല്ല, കഴിവുകളെ അംഗീകരിക്കുക, കുറവുകളെയും അംഗീകരിക്കുക. ഓക്കെ. രണ്ടാമത്തേത് എന്താണെന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡാണ്. അതായത് നന്ദി ഉണ്ടായിരിക്കുക. സർവശക്തനായ ദൈവം തന്നതെല്ലാം ബോണസാണല്ലേ ഈ ജീവിതം, ഈ ഭൂമിയിലെ കാഴ്ചകൾ, ഓരോ ദിനങ്ങൾ, ഇവിടുത്തെ സുഖാനുഭവങ്ങൾ, നമ്മൾക്ക് തന്ന പ്രപഞ്ചം, നമ്മുടെ വീട്ടുകാർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂടപ്പിറവുകൾ, ഭർത്താവ്, ഭാര്യ, അവരുടെ വീട്ടുകാർ, അങ്ങനെയുള്ള എല്ലാം, ഓരോ നിമിഷം നമ്മൾ കഴിക്കുന്ന ഫുഡ് എല്ലാം പ്രപഞ്ചശക്തി തന്നാണല്ലേ, പ്രപഞ്ചനാഥൻ തന്നാണ്. അപ്പോൾ അതിനോട് നന്ദി ഉണ്ടായിരിക്കുക. കൂടാതെ നമ്മുടെ സഹജീവികളോട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരുടെ ഓരോരുത്തരും നന്ദി ഉണ്ടായിരിക്കുക എന്നതാണ് റൂൾ നമ്പർ 2 എന്നത്. റൂൾ നമ്പർ 3, നമ്മൾ തന്നെ നമ്മളോട് പോസിറ്റീവായി ടോക്ക് ചെയ്യുക. സ്വയം സംസാരിക്കുക, എന്നിട്ട് നമുക്ക് മാറ്റം വരുത്താൻ കഴിയും. അതായത് നീ ഇങ്ങനെയാണ്, ഇന്ന് നിങ്ങൾ ചെയ്തതൊക്കെ കറക്റ്റായിരുന്നു, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഉത്തമമാണ് എന്ന് സെൽഫ് ടോക്ക്. അതായത് ഇപ്പോൾ ചെയ്തത് അത്ര ശരിയായില്ല, നമുക്കറിയാമല്ലോ എന്താണ് ശരി എന്താണ് തെറ്റ്, നമുക്കൊരു മനസ്സാക്ഷി ഉണ്ടല്ലോ. അപ്പോൾ സ്വയം സംസാരിക്കുക, സ്വയം സംസാരിച്ച് തെറ്റിയത് ശരിയത് എന്ന് കണ്ടെത്തുക, നമ്മൾ ചെയ്ത തെറ്റുകൾ എന്ത്, ഒരു ഡേ ബൈ ഡേ നമ്മൾ അനാലിസിസ് നടത്തുക. സെൽഫ് ടോക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് ഷുവറാണ്. അടുത്തതാണ് സെൽഫ് അപ്രിഷിയേഷൻ. അതായത് മറ്റുള്ളവർ നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യട്ടെ എന്നൊന്ന് കാത്തിരിക്കരുത്. കാരണം നമ്മൾ തന്നെ നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുക. നമ്മളോളം നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നത് മറ്റാർക്കാണുള്ളത്, മറ്റാരാണുള്ളത്? സോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്ന് തോളിൽ തട്ടി ഗുഡ് ജോബ് എന്ന് പറയുക. ഗുഡ് ജോബ് നമ്മുടെ പേരോടുകൂടി അത് പറയുക. അപ്പോൾ നമ്മൾക്ക് തന്നെ നമ്മളോടൊരു മതിപ്പും ഒരു ബഹുമാനം, സെൽഫ് റെസ്പെക്റ്റും എല്ലാം കൂടും അല്ലേ? അടുത്തതാണ് മിററിൽ നോക്കി അവനവൻ്റെ നല്ല കാര്യങ്ങൾ എടുത്തു പറയുക. അപ്പോൾ നമ്മൾ മിററിൽ നോക്കുന്നു, ഓ ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നു, എനിക്ക് നല്ല സൗന്ദര്യമുണ്ട് അല്ലേ, എൻ്റെ തലമുടി കാണാൻ ബ്യൂട്ടിഫുള്ളാണ്, അതുപോലെ തന്നെ ഓരോന്നും എൻ്റെ സംസാരം ബ്യൂട്ടിഫുള്ളാണ്, അങ്ങനെ ഓരോന്നും എടുത്തെടുത്ത് പറയുക അല്ലേ? അങ്ങനെ നമ്മുടെ കഴിവുകൾ കണ്ണാടി നോക്കി പറയുക. ഡേ ബൈ ഡേ ഐ എം ബിക്കമിങ് മോർ ബ്യൂട്ടിഫുൾ, ഡേ ബൈ ഡേ ഐ എം ബിക്കമിങ് മോർ യങ്ങർ, ഡേ ബൈ ഡേ ഐ ആം റിച്ച്, ഐ ആം സെൽഫ് കോൺഫിഡൻറ്റ്, ഐ ആം wealthy, I am healthy, I am unique, I am achieving unlimited wealth,
അതുപോലെ തന്നെ ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം കൈൻഡ്ഫുൾ, ഐ ആം ദ ബെസ്റ്റ് പേഴ്സൺ എവർ ബോൺ ഓൺ ദിസ് വേൾഡ് എന്ന് സ്വയം പറയുക. നിരവധി അഫർമേഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ണാടി നോക്കി പറയുന്നതോടുകൂടി നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹവും മതിപ്പും, നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങണം. ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ആത്മാവാണ് നമ്മൾ. നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഈ ഭൂമിയിൽ ഉള്ള ഒരു കാര്യമാണ് നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണ്? നമ്മൾ തന്നെയാണല്ലേ. അപ്പോൾ നമ്മളെ സ്നേഹിക്കാൻ ആ ഇന്നർ സെൽഫുമായി കണക്ഷൻ വരുന്നത് എപ്പോഴാണ്? നമ്മളെ അറിയുമ്പോഴാണ്, തിരിച്ചറിയുമ്പോഴാണ് അല്ലേ. തിരിച്ചറിവിൻ്റെ പാതയിലെത്തുമ്പോൾ ഒരു അവേക്കനിങ്, ഒരു ഉണർവ്, ആധ്യാത്മികതയിലേക്ക് ഒരു ഉണർവ് വരുമ്പോൾ അവനവനെ സ്നേഹിക്കും. കാരണം നമ്മളെ സ്നേഹിച്ചാലേ മറ്റുള്ളവരെയും അതേ കണ്ണിലൂടെ സ്നേഹിക്കാൻ കഴിയും. അല്ലെങ്കിൽ അത് ഡ്രാമയെ മാറില്ലേ. നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് ആ യഥാർത്ഥ സ്നേഹം അവിടെ ഉറവെടുക്കുന്നത്. ആ ഉറവയിലൂടെ ഒഴുകുന്ന ആ സ്നേഹമാണ് മറ്റുള്ളവരിലേക്ക് പകരേണ്ടത്. സോ സെൽഫ് ലവ് ഈസ് ബെസ്റ്റ് ആൻഡ് ദ യുണീക്ക് ലവ്. അടുത്തതാണ് ഡെയിലി എക്സസൈസ് ചെയ്യുക. ഒരു 20 മിനിറ്റെങ്കിലും രാവിലെ ഉണർന്ന് ഉടനെ എക്സസൈസ് ചെയ്യാൻ ആരും മറക്കരുത്. കാരണം നമ്മുടെ ബോഡി എന്നത് നമ്മുടെ സോൾ പോലെ തന്നെ അല്ലേ, നമ്മുടെ മൈൻഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്ത് ഈസ് വെൽത്ത്. ആരോഗ്യമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യമല്ലേ. അപ്പോൾ ഹെൽത്ത് എന്തായാലും എക്സസൈസ് ചെയ്തേ പറ്റൂ. അതിനുവേണ്ടി നമ്മൾ സമയം മാറ്റി വെച്ചേ പറ്റൂ. അത് നമ്മൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അവോയ്ഡ് ജങ്ക് ഫുഡെല്ലാം ഒഴിവാക്കി ഏറ്റവും നല്ല ഫുഡ്, ഏറ്റവും പ്രോട്ടീനും ഫൈബറും കാർബോഹൈഡ്രേറ്റും എല്ലാം നൽകുന്ന നല്ല ഫുഡ്സ് കഴിക്കുക. അതുപോലെ തന്നെ മതിയാവോളം വെള്ളം കുടിക്കുക. നമുക്ക് ആവശ്യമുള്ള വെള്ളം അത് കുടിച്ചേ പറ്റൂ. അതുപോലെ തന്നെ ബോഡി നല്ല ക്ലീനായി നീറ്റായിട്ട് എന്നും കൊണ്ട് നടക്കുക അല്ലേ. ക്ലീൻ എന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അല്ലേ. വൃത്തി നമ്മളുടെ ഒരു ദിനചര്യയായിട്ട് മാറ്റുക. അതുപോലെ തന്നെ സെൽഫിനോട് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഉണ്ടാക്കുക എന്നത്. അതായത് നമ്മൾ നന്ദി പറയുന്നത് ഒരു ശീലമാക്കി എടുത്തു കഴിഞ്ഞാൽ അതൊരു ജേണലാക്കുക. ഒരു കളർഫുൾ ബുക്കോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബുക്ക് ജേണലാക്കി കരുതുക. അത് രാവിലെ എണീറ്റ ഉടനെ ഒരു 5 മിനിറ്റ് കൊണ്ട് പ്രപഞ്ചനാഥനോട് ഒരു 10 കാര്യങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞ് ആ 10 കാര്യങ്ങളും എഴുതുക. ഒരു 10 മിനിറ്റ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നടക്കുക. മുറ്റത്തൂടെയോ അല്ലെങ്കിൽ വീടിൻ്റെ അകത്തോ പുറത്തോ എങ്ങനെ വേണമെങ്കിലും നടക്കാം. അങ്ങനെ സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മൾക്ക് വരുന്ന വീഡിയോസിൽ പഠിക്കാം. സോ താങ്ക്ഫുൾ. അവനവനെ സ്നേഹിക്കൂ, ലോകം നിങ്ങളെയും സ്നേഹിക്കും. ലോകത്തെ തന്നെ മറ്റൊരു കണ്ണിലൂടെ കാണാൻ, സ്നേഹത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും കണ്ണിലൂടെ കാണാൻ നിങ്ങൾക്ക് സെൽഫ് ലവ് തീർച്ചയായും ഉപകാരപ്പെടും. നന്ദി, നമസ്കാരം.